ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിരപരാധികളുടെ ജീവിതം തല്ലി തകർത്ത് സന്തോഷിക്കുന്നത് ആര് കാണിച്ചാലും അതൊരുതരം മാനസിക രോഗമാണ്. എത്രയും പെട്ടെന്ന് ചികിത്സ വേണ്ട രോഗം. നല്ല തല്ലുകൊണ്ട് മാറാവുന്നതേ ഉള്ളൂ. വന്ദനയും വന്നല്ലോ. ഏതായാലും വെറുതെ വിളിച്ചു വരുത്തിയൊന്നുമല്ല. വന്ന കാര്യം ജോത്സ്യര് തന്നെ പറയും. പറയണം ജോത്സ്യരെ. അത് സാറേ, ഇവിടുത്തെ മരുമകൾ വന്ദനയും മകളെയും കുറിച്ച് ഞാൻ കവടി നോക്കി പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു. എല്ലാം അസത്യം. കുറുപ്പ് സാറിന് അപമൃത്യു സംഭവിക്കാൻ പറ്റുന്ന ഒരു ദോഷവും ദിയമോളുടെ ജാതകത്തിലും ഇല്ലായിരുന്നു. പിന്നെന്തിനാടോ കള്ളം പറഞ്ഞത്? ചോദിച്ചില്ലേ പിന്നെന്തിനാ കള്ളം പറഞ്ഞെന്ന്? ഈ നിൽക്കുന്ന ആനന്ദവല്ലി മാഡം പറഞ്ഞിട്ടാ. ഇന്ന് രാവിലെ മാഡം എന്നെ കാണാൻ വന്നിരുന്നു. വലിയൊരു സംഖ്യയായിട്ടാ വന്നത്. ചേച്ചി അപ്പോ ജോത്സ്യൻ അങ്ങോട്ട് വരുന്നില്ലേ? ഇല്ല, സത്യവിരോധം പറയാനായിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ജോത്സ്യൻ വരും, ഇല്ലെങ്കിൽ ഈ ആനന്ദവല്ലി വരുത്തിക്കും. എന്താ ഇത്? ഇതൊന്നും എനിക്ക് വേണ്ട. ജോത്സ്യരെ, പണമാണ് ലക്ഷ്മി ദേവി. പണം എണ്ണി നോക്കുന്നതിന് മുമ്പ് വേണ്ടാന്ന് പറയരുത്. എണ്ണി നോക്കിയ ശേഷം വേണോന്ന് പറയണം. ഇന്നത്തെ കാലത്ത് തല ഉയർത്തിപ്പിടിക്കാനുള്ള ഒരേ ഒരു മാർഗം. എല്ലാരും ഉറക്കത്തിലായിരുന്നപ്പോഴാ ഞാൻ ഇങ്ങോട്ട് തിരിച്ചത്. ഞാനിവിടെ വന്നതും പറഞ്ഞതുമൊക്കെ പരമരഹസ്യമായിരിക്കണം. മാഡം, അപ്പോഴേ ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പേ ജോത്സ്യൻ വന്നിരിക്കണം. ആരൂഢം വെച്ചിരിക്കണം. ആ തുക എന്നെ അടിച്ചേൽപ്പിച്ച് എന്നെ കൊണ്ട് കള്ളം. മാറ. എന്നോട് ക്ഷമിക്കണം സാറേ. എന്റെ അച്ഛൻ പവിത്രമായി കൊണ്ടു നടന്ന ദൈവീകമായൊരു സിദ്ധിയെ ഞാൻ നശിപ്പിച്ചു.
ഒരിക്കലും മാപ്പർഹിക്കാത്തൊരു കർമ്മം. ഡോ. ശ്ശേ. മേലിൽ മറ്റങ്ങ് ഇത്ര നെറുകേട് കാണിച്ചേക്കരുത്. ഇറങ്ങി പോടോ. ചേച്ചി നിന്നേ. നിരപരാധികളുടെ ജീവിതം തല്ലി തകർത്ത് സന്തോഷിക്കുന്നത് ആര് കാണിച്ചാലും അതൊരുതരം മാനസിക രോഗമാ. എത്രയും പെട്ടെന്ന് ചികിത്സ വേണ്ട രോഗം. നല്ല തല്ലുകൊണ്ട മാറാവുന്നതേ ഉള്ളൂ. മന്ത്രവാദിയെ കൊണ്ടുവന്ന് പുറമടിച്ച് പൊളിക്കണം. അത് അപ്പച്ചി ജോൽസി കള്ളം പറഞ്ഞാണെങ്കിലോ? ചുമ്മാ തല്ലടി നീ ഒരു കുഞ്ഞിന് പോലും ജന്മം കൊടുക്കാത്തത്. മനസ്സ് നന്നാവണം മോളെ. അമ്മേ, വന്ദനയും തീമോളയും ഈ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കാനല്ലേ ഇത്രയും നാടകം കളിച്ചത്. ഇനി ഞങ്ങളിവിടെ നിൽക്കുന്നില്ല.